നിങ്ങൾ പാക്ക് ചെയ്തു, നിങ്ങൾ പാക്ക് ചെയ്തെടുത്തു. ഇഷ്ടമുള്ളത് ഏത് ഒരു വില നോക്കണ്ട. ഞാൻ മാറി നിൽക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഇത് പാക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അത്രത്തോളം നിങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. അവർക്ക് കൊടുക്കുക, നമ്മളും കൂടെ വന്ന് അവരൊന്ന് കണ്ടാൽ മാത്രം മതി. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു കാലത്ത് സ്നേഹത്തിനപ്പുറത്തേക്ക് പകരം കൊടുക്കുക ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് എനിക്കിതേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാനത് വളരെ സ്നേഹത്തോടെ, വേറെ ഒന്നിനും വേണ്ടിയല്ല, സ്നേഹത്തുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് എത്ര വസ്ത്രങ്ങൾ വാങ്ങിയാലും മതിയാവില്ല. എൻ്റെ വീട്ടിലായാലും എൻ്റെ മോൾക്കാണെങ്കിലും ഒരു വലിയ 2 ഷെൽഫ് നിറച്ച് വസ്ത്രങ്ങളുണ്ട്. ഇതെല്ലാം അവർ പ്രതീക്ഷയോടെ കരുതി വെച്ച് അതെല്ലാം ഒലിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ചിലപ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കുമായിരിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് അവരിഷ്ടപ്പെടുന്ന, ഇത് അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന. കാരണം അതുകൊണ്ട് ഇത്രയും നല്ല വസ്ത്രങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ, നമ്മളല്ലേ ഒരു കരയുന്ന കുഞ്ഞിന് ഒരു കളിപ്പാട്ടം കൊടുത്താൽ ഒരു നിമിഷമെങ്കിലും കരച്ചിലടക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവർക്ക് കിട്ടുന്ന പുത്തൻ ഉടുപ്പുകളും. കാര്യം പുത്തൻ ഉടുപ്പുകൾ അത്ര സ്നേഹത്തോടെ ഓരോ കുഞ്ഞുങ്ങളും വാങ്ങി. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ടു കൊടുത്ത് അവരുടെ ഒരു ചെറിയ നേരത്തെ